തെളിനീര് പോലെ കുടിനീരേകിയും കൃഷിക്ക് വെള്ളം തേവിയും ഒരു തലമുറയുടെ സംസ്കാരത്തെ അടയാളപ്പെടുത്തിയ നിളാനദി ശൈത്യകാലത്തിൻ്റെ വരവിന് മുൻപേ വേനലിൻ്റെ കോപമേറ്റു വരണ്ടുണങ്ങിക്കഴിഞ്ഞു. പഞ്ചാരമണലെന്ന് കവി പാടിയെടുത്ത് ഇന്ന് രണ്ടാൾ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന കാടാണ്. കുംഭമീനമാസങ്ങളിൽ മാത്രം ഈ രൂപമെടുക്കാറുള്ള ഭാരതപ്പുഴ ഇക്കുറി നേരത്തെ വരൾച്ചയുടെ സൂചനയാണ് നൽകുന്നത്. വിരലിലെണ്ണാവുന്ന തടയണകളിൽ ശേഷിക്കുന്ന വെള്ളം ഒരു മാസത്തെ കുടിവെള്ള വിതരണത്തിന് മാത്രമേ ഇനി ഉണ്ടാകുകയുള്ളൂ. നമ്മളെല്ലാം തന്നെ കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഈ ഭാരതപ്പുഴ ഇന്ന് പൂർണ്ണമായും നശിക്കപ്പെട്ടിരിക്കുകയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണഗതിയിൽ വരൾച്ച എത്താറുള്ളൂ എങ്കിൽ ഇപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെ വരൾച്ച എത്തിയിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഭാരതപ്പുഴയെ ആശ്രയിച്ചുള്ള പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണിപ്പോൾ. പുഴ വറ്റിയതോടെ പ്രദേശത്തെ കൃഷിയും അവതാളത്തിലായി. വേനലെത്തുമ്പോൾ മാത്രം പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഭരണകൂടം പ്രകൃതിയുടെ രൂപമാറ്റത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണിപ്പോൾ. നിളാനദി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വരാനിരിക്കുന്ന വരൾച്ചാകാലത്തിൻ്റെ മുന്നറിയിപ്പ്. ക്യാമറാമാൻ രമേശ് നെന്മാറയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.